വെള്ളിപ്പറമ്പ് 6-ാം മൈലിൽ ഇന്ന് അല്പസമയം മുമ്പാണ് ഈ മരം മുറിഞ്ഞു വീണത്. വലിയ മരമാണ്. മരം കടപുഴകി തന്നെ വീഴുകയായിരുന്നു. ഒരു കാർ പോകുമ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിന് മുകളിലേക്കാണ് വീണത്. കാറിൻ്റെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഈ മരം എപ്പോഴാണ് വീണത്? ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. ഇവിടെ അരമണിക്കൂറായിട്ട് ഇപ്പോൾ റോഡൊക്കെ ബ്ലോക്കായിരിക്കുകയാണ്. കാറ് പോകുമ്പോൾ അതിന് മുകളിലേക്ക് കാറ് നേരെ മാവൂർ ലൈനിലേക്ക് പോകുമ്പോൾ അവൻ്റെ മുകളിലേക്ക് വീഴുമായിരുന്നു. ഇതൊരു അപകട ഭീഷണിയുള്ള മരമാണ്. അതൊരു അപകടം ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇതിന് മുന്നേ അത് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് പിടിപിടി ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞ് അവിടെ തണൽമണലാണ്, അതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് അവിടെ നിന്നാണ്. ഈ ഏരിയയിൽ ഇനിയും കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ ചാഞ്ഞ് അപകടമായിട്ട് നിൽക്കുന്ന മരങ്ങൾ. അതൊക്കെ മാറ്റേണ്ടി വരില്ല, ഇതേമാതിരി ഉണ്ടാവും. കാറിലുള്ള ആളുകൾക്ക് അപകടമൊന്നുമില്ല അല്ലേ? ഇല്ലല്ലോ, കാറിൽ അങ്ങനെ അപകടം പറ്റുന്ന രീതിയിലേക്കൊന്നും പറ്റിയിട്ടില്ല അല്ലേ? ഇവിടെ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്നാണ് ഇപ്പോൾ മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ എത്ര ആളുണ്ട്? ഇവിടെ കാറിൽ ഒരാൾ മാത്രം. SI വന്നു, കോളേജ് പോലീസുണ്ട്, പിന്നെ ട്രാഫിക്കോ, പിന്നെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായി ഉള്ളിൽ. ഓട്ടോറിക്ഷ ചവിട്ടിനെ കൊണ്ട് വെച്ചിട്ടായി. തിരക്കുള്ള ഒരു സമയം കൂടിയല്ലേ ഇപ്പം? നല്ല റോഡ് ബ്ലോക്ക് പെട്ടെന്ന് വന്നു. എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഇവിടുത്തെ എല്ലാവരും നല്ലെന്ന്. ആ സമയത്ത് സ്കൂട്ടർ ഒന്നും പോവാത്ത ഒരു ഭാഗ്യമായില്ലേ? അതെ, ഒരു കാറ് മാത്രമേ ഉള്ളൂ ഇതായതുണ്ടായിരുന്നത്. അത് വലിയ പരിക്കില്ലാതെ കഴിച്ചിലായി. പിന്നെ ബൈക്കാർ എല്ലാവരും കൂടെ ഉള്ള കൂട്ട പരിശ്രമമാണ് മെയിൻ. പെട്ടെന്ന് പരിപാടിയും കഴിഞ്ഞ് അല്ലാതായിരുന്നു. ഈ പറഞ്ഞ പോലെ മരം മുറിഞ്ഞു വീണിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് മുൻപ് തന്നെ മരം മുറിച്ച് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ കുറേയേറെ ഭാഗങ്ങളൊക്കെ ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിരുന്നു. എന്തായാലും റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന വഴിയാണ്. ആ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ട്. നമുക്കിപ്പോൾ കാണാം വലിയ രീതിയിൽ തന്നെ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു വെള്ളിപ്പറമ്പ് അങ്ങാടിക്ക് അപ്പുറത്തേക്ക് ഈ ബ്ലോക്ക് നീണ്ടിട്ടുണ്ടാവും. ഒപ്പം തന്നെ കുറ്റിക്കാട്ടിലേക്ക് ആ ഭാഗത്തേക്ക് വരെ ബ്ലോക്ക് നീളുകയും ചെയ്യും. വലിയ കാലവർഷം ഇങ്ങ് എത്തിയിട്ടില്ല, വേനൽ മഴയാണ് പെയ്യുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള റോഡ് സൈഡിലുള്ള തണൽ മരങ്ങളെല്ലാം തന്നെ മുറിഞ്ഞ് വീഴുകയും ചെയ്യുന്നത്. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.